പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. UAE-യിലാണ് പ്രധാനമായും, പ്രത്യേകിച്ചും UAE-യിലെ സ്വകാര്യ മേഖലകളിലൊക്കെ തന്നെ വരാൻ പോകുന്ന അവധികൾ ബാധകമാണോ എന്നൊരു സംശയം പലർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അവധി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പണം ലഭിക്കുമോ, അവധി ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പണം ലഭിക്കുമോ എന്നുള്ളൊരു ആശയമുണ്ട്. അതുമാത്രമല്ല, ജൂൺ 1 മുതൽ അടിമുടി ഗൾഫ് മേഖലയാകെ മാറുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. എന്നാലും പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ആ വാർത്തയിലേക്ക് കടക്കാം. UAE-യിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പെരുന്നാൾ ദിവസങ്ങളിലോ മറ്റ് പൊതു അവധി ദിവസങ്ങളിലോ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടി വരാറുണ്ടോ എങ്കിൽ ഇക്കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. UAE-യിലെ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം പ്രവാസികളും നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് പൊതു അവധി ദിവസങ്ങളിലെ ജോലി. UAE തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 28 അനുസരിച്ച് ഗവൺമെന്റും മന്ത്രിസഭയും പ്രഖ്യാപിക്കുന്ന എല്ലാ ഔദ്യോഗിക പൊതു അവധി ദിവസങ്ങളിലും മുഴുവൻ ശമ്പളത്തോടു കൂടിയ അവധിക്ക് ജീവനക്കാർക്ക് അർഹതയുണ്ട്. എന്നാൽ കമ്പനിയുടെ അടിയന്തര സാഹചര്യങ്ങൾ അനുസരിച്ച് ഈ പൊതു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യാൻ തൊഴിലുടമയ്ക്ക് ആവശ്യപ്പെടാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ജോലി ചെയ്യിക്കുമ്പോൾ ജീവനക്കാരന് കൃത്യമായ നഷ്ടപരിഹാരം നൽകാൻ കമ്പനി ബാധ്യസ്ഥരാണ്. ഒന്നുകിൽ ആ പൊതു അവധിക്ക് പകരമായി മറ്റൊരു ദിവസത്തെ അവധി ജീവനക്കാരന് അനുവദിക്കണം. അതല്ലെങ്കിൽ ആ ദിവസത്തെ സാധാരണ ശമ്പളത്തോടൊപ്പം നിങ്ങളുടെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ കുറഞ്ഞത് 50% തുക കൂടി അധികമായി നൽകുകയും വേണം. ഈ രണ്ട് ആനുകൂല്യങ്ങളും നൽകാതെ ജീവനക്കാരെ കൊണ്ട് പൊതു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യിക്കാൻ ഒരു കമ്പനിക്കും അവകാശമില്ല എന്ന കാര്യം കൂടെ കേൾക്കണം. പല പ്രവാസികളും ചോദിക്കുന്ന പ്രധാന പരാതിയാണ്, ഞാൻ മുമ്പ് ഒരു പൊതു അവധിക്ക് ജോലി ചെയ്തിരുന്നു, എന്നാൽ ഇപ്പോൾ ആ അവധി ചോദിക്കുമ്പോൾ അത് കാലാവധിയായി എന്നാണ് പറയുന്നത്. UAE തൊഴിൽ നിയമത്തിൽ ഇത്തരം നഷ്ടപരിഹാരാവധികൾ ഉപയോഗിച്ച് തീർക്കേണ്ട പരിധിയെക്കുറിച്ചും ഒരിടത്തും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവധി എക്സ്പയർഡ് ആയി എന്ന് പറയാൻ കമ്പനിക്ക് നിയമപരമായ അവകാശമില്ല. അതേസമയം ഈ നഷ്ടപരിഹാര അവധി ഏത് തീയതിയിൽ എടുക്കണം എന്ന് നിർണ്ണയിക്കാനുള്ള അധികാരം കമ്പനിക്കാണ്. കമ്പനിയുടെ ജോലികളെ ബാധിക്കാത്ത രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ലീവ് തരാൻ സാധിക്കൂ എന്ന് കമ്പനി പറയാം. പക്ഷേ അതിനർത്ഥം ആ അവധി പോയി എന്നല്ല. നിങ്ങൾക്ക് അവധി തരാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പകരമുള്ള ശമ്പളത്തിന്റെ 50% ബോണസ് അധികം ഉൾപ്പെടെ നിങ്ങൾക്ക് നൽകേണ്ടത് പൂർണ്ണമായും തൊഴിലുടമയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇനി ഒരു പൊതു അവധിക്ക് ജോലി ചെയ്തിട്ടും കമ്പനി നിങ്ങൾക്ക് പകരമുള്ള അവധിയോ അല്ലെങ്കിൽ അതിനുള്ള അധിക ശമ്പളമോ തന്നില്ലെങ്കിൽ പ്രവാസികൾക്ക് നിയമപരമായി മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. UAE തൊഴിൽ മന്ത്രാലയത്തിൽ പരാതിപ്പെടാം. ഇതിനായി മന്ത്രാലയത്തിന്റെ ഒഫീഷ്യൽ ആപ്പ് വഴിയോ ഹെൽപ്പ് ലൈൻ വഴിയോ നിങ്ങളുടെ തൊഴിലുടമയ്ക്കെതിരെ വളരെ എളുപ്പത്തിൽ പരാതി ചെയ്യാം. പ്രവാസികളുടെ തൊഴിൽ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ UAE ഭരണകൂടം വളരെ കർശനമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ജൂൺ മാസം മുതൽ UAE-യിൽ ഉൾപ്പെടെയുള്ളവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന സുപ്രധാന മാറ്റങ്ങളാണ് UAE ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നത്. ഗതാഗതം, ശമ്പള നിയമങ്ങൾ, കോൺസുലർ സേവനങ്ങൾ മുതൽ കുട്ടികളുടെ നിയമപരമായ പ്രായം വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജൂൺ മാസം മുതൽ കുട്ടികളുടെ നിയമപരമായ പ്രായപരിധി കുറച്ചിട്ടുണ്ട്. ഇതുവരെ UAE-യിൽ ഒരാൾക്ക് പൂർണ്ണമായ നിയമപരമായ അധികാരം ലഭിക്കാൻ 21 വർഷം തികയണമായിരുന്നു. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഇത് 18 വർഷമായി കുറച്ചിരിക്കുകയാണ്. മുമ്പ് 21 വയസ്സാകണമായിരുന്നു, ഇപ്പോൾ 18 വയസ്സായാൽ മതി. അതിനാൽ ഇനി UAE-യിൽ സ്വന്തമായി എല്ലാ നിയമപരമായ തീരുമാനങ്ങളും എടുക്കാനുള്ള അവകാശമുണ്ടാകും, ആ വ്യക്തിക്കും ഉണ്ടാകും. 18 വയസ്സായവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. കരാറുകളിൽ സ്വന്തം പേരിൽ ഒപ്പിടാം. ബാങ്ക് അക്കൗണ്ടുകളും സ്വന്തം ആസ്തികളും കൈകാര്യം ചെയ്യാനുള്ള അവകാശം, സ്വന്തം പേരിൽ കോടതികളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി 18 വയസ്സുള്ളവർക്ക് സാധിക്കും. ഇത് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനോടൊപ്പം തന്നെ അവരെ എല്ലാ കാര്യങ്ങളിലും ബോധവാന്മാരാക്കുക എന്നതാണ് ഈ വഴി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് കുട്ടികളെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും UAE-യിലെ നിയമങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ദുബായിൽ വാഹനം ഓടിക്കുന്ന പ്രവാസികളുടെ മാസ ബജറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ജൂൺ 1 മുതൽ ദുബായിലെ എല്ലാ പാർക്കിംഗ് സേവനങ്ങൾക്കും 5% VAT നിർബന്ധമാക്കാൻ പാർക്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ റോഡരികിൽ ഇടുന്ന ഓൺ സ്ട്രീറ്റ് പാർക്കിംഗ്, ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ്, സീസൺ കാർഡുകൾ, പെർമിറ്റുകൾ എന്നിവയ്ക്കെല്ലാം ഇനി മുതൽ 5% അധികം നൽകേണ്ടി വരും. ഇതുകൂടാതെ ദുബായിലെ സാലിക് ടോൺ ഫീസുകൾക്കും ടാഗ് ആക്ടിവേഷൻ ചാർജുകൾക്കും ജൂൺ 1 മുതൽ 5 വരെ % വാറ്റ് ഈടാക്കി തുടങ്ങുമെന്നും അറിയിച്ചു. അടിസ്ഥാന നിരക്കുകളിൽ മാറ്റമില്ലെന്നും ഈ വാറ്റ് തുക കൂടി വരുമ്പോൾ വാഹന ഉടമകൾക്ക് ഇനി ഗതാഗത ചെലവുകൾക്കായി അല്പം കൂടുതൽ പണം മാറ്റിവെക്കേണ്ടതായി വരും. മറ്റൊന്ന്, ദുബായിലെ റോഡരികിലുള്ള പാർക്കിംഗ് മീറ്ററുകളിൽ ഇനി മുതൽ നാണയങ്ങളോ നോട്ടുകളോ ഉപയോഗിച്ച് പണം അടയ്ക്കാൻ സാധിക്കില്ല.
ജൂൺ 1 മുതൽ നിലവിലുള്ള ക്യാഷ് പേയ്മെന്റുകൾ ഘട്ടങ്ങളായി നിർത്തലാക്കുകയാണ്. എന്നാൽ പ്രവാസികൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നോൺ കാർഡ് ഉപയോഗിച്ച് ടിക്കറ്റുകൾ എടുക്കാം. കൂടാതെ RTA ആപ്പ്, ദുബായ് അല്ലെങ്കിൽ പാർക്കിംഗ് മൊബൈൽ ആപ്പ് എന്നിവ വഴിയും എളുപ്പത്തിൽ ഡിജിറ്റലായി പണമടയ്ക്കാനും സാധിക്കും. ഇനി SMS അയച്ച് പാർക്കിംഗ് ഫീസ് അടയ്ക്കുമ്പോൾ വരുന്ന അധിക ചാർജുകൾ ഒഴിവാക്കാൻ പാർക്കിംഗ് ആപ്പ് ഉപയോഗിക്കുന്നതും നല്ലതാണ്. UAE-യിലെ എല്ലാവർക്കും WPS പുതിയ ഉത്തരവ് അനുസരിച്ച് മുൻ മാസം ജോലി ചെയ്തതിന്റെ ശമ്പളം അടുത്ത മാസം 1-ാം തീയതി തന്നെ കൃത്യമായി നൽകിയിരിക്കണം. 1-ാം തീയതിക്ക് ശേഷം ശമ്പളം നൽകിയാൽ അത് വൈകിയ പേയ്മെന്റായി കണക്കാക്കുകയും കമ്പനിക്കെതിരെ നടപടികൾ വരികയും ചെയ്യും. ജൂൺ 1 മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സ്വകാര്യ കമ്പനികളും ഈ സിസ്റ്റം വഴി തന്നെ ശമ്പളം നൽകണമെന്നത് നിർബന്ധമാണ്. ഒരു കമ്പനി തങ്ങളുടെ ജീവനക്കാർക്ക് നൽകേണ്ട ആകെ ശമ്പളത്തിന്റെ 85% കൃത്യസമയത്ത് നൽകിയാൽ മാത്രമേ ആ കമ്പനി നിയമം പാലിച്ചതായി ഗവൺമെന്റ് കണക്കാക്കുകയുള്ളൂ. UAE-യിൽ ഉടനീളമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് കോൺസുലാർ, പാസ്പോർട്ട്, വിസ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി അൽ ഹിന്ദ് ഗ്രൂപ്പ് ഇന്ത്യൻ മിഷനുമായി പുതിയ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ജൂൺ 15ഓടെ UAE-യിൽ ഉടനീളം 16 കേന്ദ്രങ്ങൾ ഈ സേവനങ്ങൾക്കായി പ്രവർത്തനം ആരംഭിക്കും. UAE-യിൽ ഔദ്യോഗികമായി വേനൽക്കാലം ആരംഭിക്കുകയാണ്. ജൂൺ 21ഓടെ കടുത്ത വേനൽക്കാലത്തിലേക്ക് രാജ്യം കടക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായി ദുബായിലെ ഗ്ലോബൽ വില്ലേജ്, മിറക്കിൾ ഗാർഡൻ, ദുബായ് സഫാരി പാർക്ക്, ദുബായ് ഗോൾഡൻ ഗ്ലോ എന്നിവയെല്ലാം മെയ് 31 ഞായറാഴ്ചയോടെ താൽക്കാലികമായി അടയ്ക്കുമെന്നും അറിയിച്ചു. UAE-യിൽ വരാനിരിക്കുന്ന ഈദ് അൽ അഹദ അഥവാ ബലിപെരുന്നാൾ ആഘോഷിക്കാനായി UAE-യും ഒപ്പം പ്രവാസികളും ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഈ പെരുന്നാൾ അവധിക്കാലം നിയമക്കുരുക്കുകളോ വലിയ പിഴവുകളോ ഇല്ലാതെ സുരക്ഷിതമായി ആഘോഷിക്കാൻ UAE പോലീസും ആരോഗ്യ മന്ത്രാലയവും ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സൂര്യോദയത്തിന് ശേഷം ഏകദേശം 15 മുതൽ 20 മിനിറ്റിനുള്ളിലാണ് പെരുന്നാൾ നമസ്കാരം. അതനുസരിച്ച് UAE-യിൽ ബുധനാഴ്ച രാവിലെ 5:39-നും 5:50-നും ഇടയിലാണ് പ്രാർത്ഥനാ സമയങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അബുദാബിയിൽ രാവിലെ 5:50-നും, ദുബായിലും അൽ ഐനിലും പുലർച്ചെ 5:45-നും, ഷാർജയിലും ഉമൽ ഖുവൈനിലും പുലർച്ചെ 5:43, ഫുജൈറയിൽ 5:41, റാസൽ ഖൈമിൽ 5:40, അജ്മാനിൽ പുലർച്ചെ 5:39 എന്നിങ്ങനെയാണ് പ്രാർത്ഥന നടക്കുക. ഷാർജയിൽ മാത്രം 698 പള്ളികളാണ് പ്രാർത്ഥനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ദുബായിലും 100 കണക്കിന് പള്ളികളും വിശ്വാസികളെ സ്വീകരിക്കാനായി സജ്ജമാക്കി കഴിഞ്ഞു. അതേസമയം ബലികർമ്മം നിർവഹിക്കുമ്പോൾ പ്രവാസികൾ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് UAE ആരോഗ്യ മന്ത്രാലയം കർശന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. അണുബാധകൾ ഒഴിവാക്കാനും പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് 12 പ്രധാന ആരോഗ്യ മുൻകരുതലുകളാണ് മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്ടീരിയകളുടെയും പകർച്ചവ്യാധികളുടെയും വ്യാപന സാധ്യത തടയുക എന്നതാണ്. ഇത് മുൻനിർത്തി വീടുകളിലോ കൃഷിയിടങ്ങളിലോ പൊതുസ്ഥലങ്ങളിലോ വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ബലിമൃഗങ്ങൾ ആരോഗ്യകരമാണ് എന്ന് ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് അംഗീകരിച്ച ലൈസൻസുള്ള വിൽപ്പനശാലകളിൽ നിന്ന് മാത്രം മൃഗങ്ങളെ വാങ്ങണമെന്നും നിർദ്ദേശമുണ്ട്. കശാപ്പുകൾ പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുള്ള ഔദ്യോഗിക അറവുശാലകളിൽ വെച്ച് മാത്രമേ നടത്താൻ പാടുള്ളൂ. കന്നുകാലി ചന്തകളിൽ പോകുമ്പോഴും മാംസം കൈകാര്യം ചെയ്യുമ്പോഴും കയ്യുറകൾ, മാസ്കുകൾ എന്നിവ ധരിക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ കശാപ്പിന് ശേഷം ആ സ്ഥലങ്ങളും ഉപകരണങ്ങളും ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് വൃത്തിയാക്കണം. മാംസം കഴുകുന്നതിന് മുൻപ് നന്നായി വേവിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. കഴിക്കുന്നതിന് മുൻപും ഇത് നോക്കണം. ഇതിനുശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ കടുത്ത പനി, പേശിവേദന, രക്തസ്രവം, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പെരുന്നാൾ ആഘോഷമൊക്കെ തന്നെ തകൃതിയെ നടക്കാൻ പോവുകയാണ്. എല്ലാവരും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് പറയുന്നത് അല്ലേ. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.